എന്നാൽ ഈ പറയപ്പെട്ട സമന്വയ വിദ്യാഭ്യാസത്തിന്റെ സംവിധാനത്തിന്റെ തലപ്പത്തുള്ളവര് വഴിവിട്ട് സഞ്ചരിച്ചപ്പോ, ആ സംവിധാനത്തെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോ, ബഹുമാനപ്പെട്ട സമസ്ത അത് ബോധ്യപ്പെട്ടപ്പോ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ ഒരു കമ്മീഷനെ വെച്ചു. മുശാവറയിലെ അത്യുന്നതരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ആ റിപ്പോർട്ട് സമസ്തക്ക് സമർപ്പിച്ചു. സമസ്ത മുശാവറയിൽ ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള സമസ്തയുടെ നേതാക്കളെ വിളിച്ചുകൊണ്ട് അതിന്റെ വിശദീകരണം നടത്തി. വീണ്ടും അവസരം കൊടുത്തു. തിരുത്താൻ ഒരുക്കമുണ്ടെങ്കിൽ അവസരമുണ്ടെന്ന് വീണ്ടും വീണ്ടും അതിന്റെ നേതൃത്വത്തെ അറിയിച്ചു. പക്ഷെ തിരുത്താൻ തയ്യാറായില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കൃത്യമായൊരു നിലപാട് പറയുന്നത്. CIC-യുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പോകാം, സമസ്തയുടെ ഭാഗമാണ് എന്ന് നിങ്ങൾ പറയരുത്. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് അനീതിയുള്ളത്? എവിടെയാണ് അനീതി സമസ്തയുടെ ഭാഗത്ത് നിന്ന് പ്രകടമായത്? ന്യായമല്ലേ ഇത്? നമ്മൾ വളർത്തിക്കൊണ്ടുവന്നൊരു സംവിധാനം, നമ്മൾ വലുതാക്കിയ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ കടിഞ്ഞാൺ ചില ആളുടെ കയ്യിൽ കൊടുത്തപ്പോ അവരത് വഴിവിട്ട് സഞ്ചരിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോ പിരിച്ചുവിടുന്നതിന് പകരം നിങ്ങൾ നന്നാവണം, തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നതാണോ സമസ്ത ചെയ്ത തെറ്റ്? ഒരു മകൻ അപാകതയിലൂടെ ആ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ തിരുത്തണമെന്ന് പറയാനുള്ള അവകാശം പിതാവിനില്ലേ? ആ പിതൃദൗത്യം ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളതാണോ ബഹുമാനപ്പെട്ട സമസ്ത ചെയ്ത തെറ്റ്? ഞാൻ സൂചിപ്പിക്കുന്നു, അവിടെയും സമസ്ത നീതിയുടെ പക്ഷത്താണ് നടന്നത്. എന്നാൽ അവിടെ നമ്മൾ മറ്റൊരു അത്ഭുതം കണ്ടു. സമസ്തയുടെ പ്രിയപ്പെട്ട മക്കള്, സമസ്തയുടെ പ്രിയപ്പെട്ട അനേകം സ്ഥാപനങ്ങള് ഈ വളഞ്ഞ വഴിയിലൂടെ മറ്റു ചില ആളുകളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ തീരുമാനമെടുത്തു. ബഹുമാനപ്പെട്ട സമസ്ത മുട്ടുമടക്കേണ്ടി വരുമെന്ന് കരുതി പലരും. എന്താ സംഭവിച്ചത്? സമസ്തയുടെ നേതാക്കള്, ആദരണീയരായ MT ഉസ്താദും ബഹുമാന്യരായ സയ്യിദുൽ ഉലമയും അതുപോലെയുള്ള മുശാവറ നേതാക്കളും ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന്റെ നേതാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാവേണ്ട, നിങ്ങളുടെ കുട്ടികളുടെ പഠനം ഒരു കാരണവശാലും തടയപ്പെടില്ല, അവരുടെ പുരോഗതിക്ക് തടസ്സമാവുന്ന വിധം ഒന്നും സംഭവിക്കില്ല. അത്ഭുതം സംഭവിച്ചു. ഒരു റമദാനിന് വേണ്ടി, പരിശുദ്ധമായ റമദാനിന്റെ വെക്കേഷനിൽ സ്ഥാപനങ്ങൾ അടച്ച് വീട്ടിലേക്ക് പോയ മക്കള് റമദാൻ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് മനോഹരമായ, കേരളത്തിന്റെ മണ്ണിൽ നിലവിലുള്ളതിൽ ഏറ്റവും മനോഹരമായ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ചട്ടക്കൂട് പാകപ്പെടുത്തി സമസ്ത ചരിത്രം സൃഷ്ടിച്ചു. ആ വിദ്യാഭ്യാസ സംവിധാനമാണ് SNEC എന്ന പേരിൽ, സമസ്തയുടെ നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന പേരിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയും നടപ്പിലാക്കാൻ പറ്റുന്ന മനോഹരമായ സിലബസുമായി ഈ 100ാം വാർഷികത്തിന്റെ ഉപഹാരമായി അങ്ങ് ബാംഗ്ലൂരിൽ നടന്ന മഹാപ്രഖ്യാപന സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ആദരണീയനായ നമ്മുടെ അധ്യക്ഷൻ പ്രഖ്യാപിച്ചത്. ഞാൻ പറഞ്ഞത്, സമസ്ത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ വിപ്ലവങ്ങൾ തീർത്തു മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് സനാഇ സംവിധാനം, SNEC എന്ന സംവിധാനം. അവിടെയും സമസ്ത വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചു. കോഴിക്കോട് കടപ്പുറത്ത് ഇടം തികയില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് കൂരിയാടിന്റെ വിശാലമായ പാടത്തേക്ക് നമ്മൾ 85ാം വാർഷികം മാറ്റിയത്. മലബാറിന്റെ മണ്ണിലെവിടെയും ഇടമില്ലെന്ന ബോധ്യം വന്നപ്പോഴാണ് 90ാമത് വാർഷികം ഈ സംസ്ഥാനത്തിന്റെ അങ്ങേയറ്റത്തേക്ക്, ആലപ്പുഴയുടെ കടൽ തീരത്തേക്ക് നമ്മൾ നിശ്ചയിച്ചത്. 10 കൊല്ലം മുമ്പ് ആലപ്പുഴയുടെ കടപ്പുറത്ത് പരന്നൊഴുകിയ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അന്നത്തെ മുസ്ലിം കേരളത്തിന്റെ ആത്മീയ നായകൻ മർഹൂം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർക്കദ ഇനി നമുക്ക് 100ാം വാർഷികം ആഘോഷിക്കാമെന്ന പ്രൗഢമായ പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാൻ 10 കൊല്ലം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ 100ാം വാർഷികത്തിന് എവിടെയാണ് ഇടമെന്നന്വേഷിച്ച് നടന്നു നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ. ആ അന്വേഷണത്തിന്റെ ഒടുവിലാണ് കേരളത്തിന്റെ അങ്ങേ അറ്റത്ത് പരന്നു കിടക്കുന്ന വിശാലമായ ഒരു മൈതാനിയിൽ നമുക്കൊരുമിച്ച് കൂടാൻ സാധിച്ചേക്കുമെന്ന
ഏതാണ്ട് അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർകോട്ടേക്ക് നമ്മൾ സമ്മേളനം നിശ്ചയിച്ചത്. ആ സമ്മേളനം നിശ്ചയിച്ചതിന്റെ വിളംബരം അറിയിക്കാനാണ് ഉദയാസ്തമയങ്ങളുടെ നാടെന്ന് പറയാവുന്ന കന്യാകുമാരിയിൽ നിന്ന് ഒരു പ്രയാണത്തിന് തുടക്കം കുറിച്ചത്. അന്ന് കരുതിയത് എവിടെങ്കിലുമൊക്കെ അല്പം ആളുകളെ ഒരുമിച്ച് കൂട്ടി വിളംബരം ചെയ്ത് അങ്ങ് മംഗലാപുരത്തേക്ക് പോയി കളയാം ഈ യാത്രയ്ക്ക് എന്നാണ്. പിന്നിട്ട വഴിയിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ആനന്ദകരമായ ഒരു കാഴ്ച, കന്യാകുമാരിയിൽ നിന്ന് കൊളുത്തിയെടുത്ത തിരുനാളവുമായി ഈ ഉമ്മത്തിന്റെ അജയ്യനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മലയാളം മണ്ണിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ നഗരങ്ങളിലൂടെ ഗംഭീരമായി രാജകുമാരനെ പോലെ കടന്നു വരുമ്പോ ഓരോ പ്രദേശങ്ങളിലും സ്വീകരിക്കാൻ ഒരുമിച്ച് കൂടിയ പതിനായിരങ്ങളുടെ മഹാസംഗമങ്ങളാണ്. ബഹുമാന്യനായ തങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇനി നമ്മൾ എവിടെയാണ് 100ാം വാർഷികത്തിന് ഇടം കണ്ടെത്തുക എന്ന പുതിയ പഠനത്തിന് വേണ്ടി നമ്മൾ നിർബന്ധിതരായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 10 ദിവസങ്ങളോളമായി കേരളത്തിന്റെ ഗ്രാമങ്ങളിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശയാത്രയുടെ സ്വീകാര്യത നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. എന്തുകൊണ്ട് ഈ ഒരു സ്വീകാര്യത ഈ ഒരു ആദർശ പ്രസ്ഥാനത്തിന് ലഭിക്കുന്നു എന്നുള്ളത് പഠന വിധേയമാക്കേണ്ടതാണ്. ഇത് എന്തെങ്കിലും ഭൗതിക നേട്ടം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ തടിച്ചുകൂടുന്ന ജനസഞ്ചയമല്ല. ഇവിടെ വരാനും ഇരിക്കാനും നല്ല സൗകര്യമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വന്നുകൂടിയ ജനങ്ങളല്ല. അവനവന്റെ പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കി കഷ്ടപ്പെടാനൊരുക്കമാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തടിച്ചുകൂടുന്ന ജനസാഗരം വിളിച്ചു പറയുന്ന ഒരു മനോഹരമായ ഒരു സത്യമുണ്ട്. ഒരു നൂറ്റാണ്ട് മുമ്പ് കോഴിക്കോടിന്റെ ടൗൺ ഹാളിനകത്ത് പിറവിയെടുക്കുന്ന നാളിൽ പ്രഖ്യാപിച്ച ഒരു ആദർശമുണ്ടല്ലോ. ആദർശത്തിന് നേരെ കത്തിവെക്കാൻ കടന്നു വരുന്ന ഏത് ശക്തികളെയും ശക്തമായി പ്രതിരോധിക്കാൻ മഹാനായ സയ്യിദുൽ ഉലമയുടെ പിന്നിൽ ഈ മലയാളക്കരയിലെ ആദർശബോധമുള്ള മുസ്ലിം ഉമ്മത്ത് ജാഗ്രതയോടെ കാത്തുകിടക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഈ ജാഥയ്ക്ക് നൽകുന്ന സ്വീകരണത്തിലെ ജനസഞ്ചയം ലോകത്തോട് വിളിച്ചു പറയുന്നത്. എന്തുകൊണ്ട് ഈ ആദർശം പ്രസക്തമാവുന്നു? ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രമെടുത്ത് പഠിക്കണം നമ്മൾ. അഭിമന്യരായ ആദരണീയരായ മുശാവറയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ആധികാരികമായി സമസ്ത എന്തിന് നിലകൊള്ളുന്നു എന്ന് നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. സമസ്ത നിലകൊള്ളുന്നത് ഭൗതികമായ ലാഭത്തിന് വേണ്ടിയല്ല, ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടിയല്ല. സമസ്ത നിലകൊള്ളുന്നത് ഈ ഉമ്മത്തിന്റെ ഈമാൻ കാവൽ നിൽക്കാനാണ്. ഈമാൻ കൊത്തിയെടുക്കാൻ ഏതാനും ചില നാട്ടുപ്രമാണിമാർ കൂടിയിരുന്ന് കണ്ടെത്തിയ ഐക്യസംഘത്തിന്റെ ലേബലിൽ കടന്നു വന്ന വിധൈകളെ പ്രതിരോധിക്കുക എന്നതായിരുന്നു സമസ്തയുടെ രൂപീകരണത്തിലേക്ക് കൊണ്ടെത്തിച്ച സംഗമത്തിന്റെ തുടക്കം. ആ കാലഘട്ടം നിസ്സാരമായ കാലഘട്ടമല്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തെ വലിയ രാജ്യങ്ങൾ, ബഹുഭൂരിഭാഗം രാജ്യങ്ങൾ ലോകത്തെ വൻശക്തികളുടെ കീഴിൽ അടിമത്തത്തിന്റെ മുഖം പേറിക്കൊണ്ട് വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. മലബാറിന്റെ മണ്ണിൽ മാപ്പിളമാരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് നാട് കടത്തുകയും തൂക്കിക്കൊല്ലുകയും ചെയ്യാൻ ഇവിടുത്തെ ഏകാധിപതികളായ ഭരണാധികാരികൾ ഒരു വൈമനസ്യവുമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരു ഭാഗത്ത് ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയെ വല്ലാതെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടം, മറ്റൊരു ഭാഗത്ത് ഇതുപോലെയുള്ള വൻശക്തികൾ ലോക മുസ്ലിമീങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഘട്ടം. ഈ ഒരു ആപൽ ഘട്ടത്തിലാണ് ഇവിടെയുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ കവർന്നെടുക്കാനുള്ള വ്യാമോഹവുമായി കൊണ്ട് നജ്ദിയൻ ചിന്താഗതി മലയാളക്കരയിലേക്ക് കൂടി വ്യാപിക്കുന്നത്. അവിടെയാണ് സമസ്ത പിറവിയെടുക്കുന്നത്. ആലോചിക്കണം നമ്മള്. അങ്ങേ തലയിൽ നിന്ന് അങ്ങേ അറ്റത്ത് നിന്ന് നോക്കിയാൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളാണെന്ന് വെറുതെ എഴുതി വെച്ചതല്ല ബ്രിട്ടീഷുകാരെ കുറിച്ച്. ഒരു ഭാഗത്തുള്ള രാജ്യത്ത് സൂര്യൻ അസ്തമിക്കുമ്പോ തങ്ങളുടെ കീഴിലുള്ള മറ്റൊരു രാജ്യത്ത് സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് ആ കാലത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ വ്യാപ്തി. ആ കാലത്താണ്
ബഹുമാനപ്പെട്ട സമസ്ത രൂപം കൊള്ളുന്നത്. സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഭരണഘടനയിൽ എഴുതി വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളുണ്ട്. ആ 2 ഘടകങ്ങളിൽ ഒന്ന് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ സംരക്ഷിക്കലാണ്. ആശയാദർശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം പരിശുദ്ധമായ അഹ്ലുസുന്നക്കെതിരെ വരുന്ന സകല ശക്തികളോടും ശക്തമായി പ്രതിരോധം തീർക്കലാണ് ഉദ്ദേശ ലക്ഷ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അഭിമാനകരമായൊരു കാര്യം പറയട്ടെ, ഒരു നൂറ്റാണ്ട് പൂർത്തിയാവാൻ നാളുകൾ ബാക്കിയുള്ളപ്പോഴും നൂറ്റാണ്ട് മുമ്പ് എഴുതി വെച്ച ഭരണഘടനയിൽ ഒരു തിരുത്തലും വരുത്തേണ്ടി വന്നിട്ടില്ല സമസ്തക്ക് എന്നുള്ളതാണ്. സമസ്തയുടെ ആധികാരികത സമസ്ത ദീനാണ്, സമസ്ത പരിശുദ്ധമായ ഇസ്ലാമാണ് എന്ന് പറയാൻ കാരണം ആ ഒരു ആദർശത്തിന്റെ ഏറ്റവും വലിയ കാവലാളുകളായി കഴിഞ്ഞുകൂടി നമ്മളൊരു നൂറ്റാണ്ട് കാലം. എന്നാൽ അതിനിടയിൽ സമസ്തയെ നോവിക്കാൻ, സമസ്തയെ ഇല്ലായ്മ ചെയ്യാൻ, സമസ്തയെ നിഷ്പ്രഭമാക്കാൻ പലരും രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നൂറ്റാണ്ട് മുമ്പ് തുടങ്ങിയിട്ടുണ്ടത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ മുസ്ലിം ഉമ്മത്തിനെ നോമിക്കാൻ വന്നിട്ടുണ്ട്. ഈ രാജ്യത്തെ ഭരണാധികാരികളെ, ഈ രാജ്യത്തിലെ മുസ്ലിമീങ്ങളെ നോവിക്കാൻ വന്നപ്പോഴും സമസ്ത ശക്തമായി പ്രതിരോധം തീർത്തിട്ടുണ്ട്. പലരും ഇവിടെ പ്രചരിപ്പിക്കുന്നത് പോലെ ജിഫ്രി തങ്ങൾ നേതൃത്വത്തിൽ വന്നപ്പോൾ പുതിയ പ്രവണതകൾ ഉണ്ടായിട്ടില്ല. 1926 സമസ്ത ഉണ്ടാകുന്നു. 1928 2 വർഷമേ പൂർത്തിയായിട്ടുള്ളൂ. 2ാമത്തെ വർഷം ബഹുമാനപ്പെട്ട സമസ്തയുടെ മുശാവറ യോഗം ചേരുന്നു. ആ യോഗത്തിനൊരു പ്രമേയം പാസാക്കുന്നു. ആ പ്രമേയം ഇവിടെയുള്ള ഭരണകൂടത്തോടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. എന്താണ് ആവശ്യം? ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ഉൾപ്പെടെ നികുതി കൊടുത്താണ് ഇവിടെ പാർക്കുന്നത്. ഈ രാജ്യത്തവർക്കും നീതി കിട്ടണം. ഇവിടെയുള്ള മേഖലകളിൽ, വിവിധങ്ങളായ മേഖലകളിൽ അർഹമായ അവകാശം അവർക്ക് ലഭ്യമാവണം. ബഹുമാനപ്പെട്ട സമസ്ത അന്നത്തെ കേന്ദ്രം ഭരിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്, അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അതിന്റെ പ്രതിനിധികളായിരുന്ന ഡിസ്ട്രിക്ട് ബോർഡിനോട് ആവശ്യപ്പെട്ടത്, താനൂരിൽ അന്ന് ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ് ഉണ്ട്, കിതാബോധി പാർക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട്. ആ മുതഅല്ലിമീങ്ങൾ മതം പഠിക്കുന്നുണ്ട്. മതം പഠിച്ചു വളരുന്ന ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജിലെ മുതഅല്ലിമീങ്ങൾക്ക് മതപഠനത്തോടൊപ്പം ഭൗതികം പഠിക്കണം. പലരും പറയുന്നുണ്ടല്ലോ, ഞങ്ങളാണ് സമന്വയ വിദ്യാഭ്യാസത്തിന്റെ കണ്ടുപിടുത്തക്കാരെന്ന്. സമന്വയ വിദ്യാഭ്യാസം ഞങ്ങളിലൂടെയാണ് ഉണ്ടായത് എന്ന് അവകാശം ഉന്നയിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ചരിത്രം പഠിക്കണം. 1928 എന്ന് പറയുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന്റെ 19 കൊല്ലം മുമ്പാണ്. ഇവിടെയുള്ള ഈ സംവിധാനങ്ങളൊന്നും നിലവിൽ വരുന്നതിന് മുമ്പാണ്. ബഹുമാനപ്പെട്ട തലയിൽ വലിയ തലപ്പാവും നീണ്ട താടിയും കൈയിൽ തസ്ബീഹ് മാലയുമായി കഴിഞ്ഞുകൂടുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാർ മുശാവറ യോഗം കൂടിയിട്ട് തീരുമാനമെടുക്കുന്നത്, ഡിസ്ട്രിക്ട് ബോർഡിനോട് ആവശ്യപ്പെടുന്നത്, ഈ താനൂരിലെ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജിലെ മതം പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഭൗതിക വിഷയങ്ങൾ പഠിപ്പിക്കാൻ സർക്കാർ ശമ്പളം കൊടുത്ത് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു തരണം എന്ന അപേക്ഷയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേരള ഗവൺമെന്റിനോടോ കഴിഞ്ഞ കാലത്തെ ഗവൺമെന്റുകളോടോ സർക്കാർ ആവശ്യപ്പെടുന്നത് പോലെ ഏതാണ്ട് 2 കൊല്ലം പൂർത്തിയായ സന്ദർഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു എന്നുള്ളത് സമസ്തയുടെ ചരിത്രത്തെ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ അതിന്റെ പേരിൽ ഏതെങ്കിലും ഭരണാധികാരികളുടെ അടിമത്തം ഏറ്റുവാങ്ങാൻ സമസ്ത തയ്യാറായിട്ടില്ല. 1930 ശാരദ ആക്ട് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത്. ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ വിവാഹ സങ്കല്പങ്ങളിൽ പോലും പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വലിയ കൊടും ചതിയായിരുന്നു ആ ആക്ടിലൂടെ ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. 1930 ബഹുമാനപ്പെട്ട സമസ്ത രൂപീകരിച്ചിട്ട് 4 കൊല്ലമേ ആയിട്ടുള്ളൂ. മദ്രസകൾ ഉണ്ടായിട്ടില്ല, മഹല്ലുകൾ ഉണ്ടായിട്ടില്ല, മതകലാലയങ്ങൾ വ്യാപകമായിട്ടില്ല, പോഷക ഘടകങ്ങൾക്ക് രൂപം കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള ജനകീയമായ പിന്തുണ അന്ന് ലഭ്യമായിട്ടില്ല. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ കൂടിയിരുന്ന് അന്നൊരു പ്രമേയം പാസാക്കുന്നു. അന്നത്തെ ഏറ്റവും വലിയ പ്രതിരോധ രീതി പ്രമേയം പാസാക്കലാണ്. അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്, അത് വിശദീകരിച്ചു കൊടുക്കലാണ് അന്നത്തെ ഏറ്റവും വലിയ പ്രതിരോധ രീതി. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ മുശാവറ യോഗം ചേർന്നുകൊണ്ട്
അന്നെടുത്ത തീരുമാനം ഈ ആക്ട് ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു എന്നാണ്. കേന്ദ്ര ഗവൺമെന്റിനോട്, മതേതര ഗവൺമെന്റ് അല്ല, ജനാധിപത്യ സംവിധാനമില്ല, മതേതര പാർട്ടികളില്ല, ആ കാലത്താണ് ബഹുമാനപ്പെട്ട സമസ്ത പ്രമേയം പാസാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട് പറയുന്നത് ഈ നിലപാടിനോട് യോജിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. 2 കൊല്ലം മുമ്പ് അവകാശം ചോദിച്ച അതേ ഗവൺമെന്റിനോട് പിന്നീട് 2 കൊല്ലം കഴിഞ്ഞപ്പോ നിങ്ങളുടെ നിലപാടിനെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞ ഭരണകൂടത്തിൽ നിന്ന് നല്ലത് ചോദിച്ചു വാങ്ങാനും എതിർക്കേണ്ടത് എതിർക്കാനും അന്നു മുതൽ തുടക്കം കുറിച്ച പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പാരമ്പര്യം. സമസ്തയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ വിപ്ലവങ്ങളെ സൃഷ്ടിച്ച ചരിത്ര വിജയമാണ് നമുക്ക് സമസ്തയിൽ കാണാൻ കഴിയുന്നത്. സമസ്തയുടെ ലക്ഷ്യം സ്ഥാപനങ്ങൾ ഉണ്ടാക്കലല്ല, മഹല്ലുകൾ ഉണ്ടാക്കലല്ല. ഞാൻ ആദ്യമായി സൂചിപ്പിച്ചു, അതൊക്കെയും അനുബന്ധമായ ലക്ഷ്യങ്ങളാണ്. പ്രധാനപ്പെട്ട ലക്ഷ്യം ആദർശത്തിന്റെ സംരക്ഷണമാണ്. 21 കൊല്ലം ബഹുമാനപ്പെട്ട സമസ്ത ആ ദൗത്യം നിർവഹിച്ചു. 1926 രൂപീകരിച്ച് 1947 ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമായി. ആ ദൗത്യവുമായി സമസ്ത മുന്നോട്ട് പോയി. ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോ ഇന്ത്യയിലെ മുസ്ലിമീങ്ങള്, മലയാളക്കരയിലെ മുസ്ലിമീങ്ങള് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി നേരിട്ടു. ആ വെല്ലുവിളി പ്രാഥമിക മതപഠനത്തിനുള്ള സർക്കാർ കലാലയങ്ങളിലെ പരിമിതമായ സൗകര്യം എടുക്കപ്പെട്ടു പോയി എന്നുള്ളതാണ്. ആ ഒരു പ്രതിസന്ധിയെ ബഹുമാന്യരായ പണ്ഡിതന്മാർ ദീർഘവേശനത്തോടെ നോക്കിക്കണ്ടു. 1951 അങ്ങ് വടകരയിൽ നടന്ന സമസ്തയുടെ മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് സമസ്തയെത്തി. ആ തീരുമാനമാണ് മദ്രസ വിദ്യാഭ്യാസത്തിലേക്ക് സമസ്ത തുടക്കം കുറിച്ചത്. 1951 വിദ്യാഭ്യാസ ബോർഡിന് രൂപം കൊടുത്തു. നമ്മൾ ആലോചിക്കണം, കോടികൾ പരന്നൊഴുകിയ തഹിയ്യ ഫണ്ട് പോലെയുള്ള സംവിധാനം വന്നില്ല. പോക്കറ്റിൽ കാശില്ലാത്ത പാവങ്ങളായ പണ്ഡിതന്മാർ അവരവരുടെ കാശ് മുടക്കി വന്ന് യോഗം നടത്തി തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ പിരിഞ്ഞു പോകുന്ന കാലമാണ് ആ കാലം. 1951 വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുമ്പോ ആ വിദ്യാഭ്യാസ ബോർഡിനും ആസ്തിയില്ല. അന്നത്തെ വലിയ സമ്പന്നനായ മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, അദ്ദേഹമാണ് സമ്പന്നൻ. അദ്ദേഹം മുഷാവറയിലെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയാണ്. അദ്ദേഹം 25 രൂപ കൊടുത്തുവത്രേ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനത്തിലുള്ള മൂലധനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട്. തന്റെ സഹോദരൻ 5 രൂപ കൊടുത്തു. അത് വലിയ സംഖ്യയാണ്. യോഗത്തിൽ പങ്കെടുത്ത 17 ആളുകൾ ഓരോ രൂപ കൊടുത്തു. 47 രൂപയുമായി തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ആ ഒരു ആശയം അവിടെ പ്രഖ്യാപിക്കപ്പെടുകയും അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തപ്പോ അന്ന് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നായകൻ മഹാനായ മർഹൂം ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കൊയിലാണ്ടിയിൽ വെച്ചുകൊണ്ട് ഒരു വലിയ വയല് പരമ്പര നടത്തി, മതപ്രഭാഷണ പരമ്പര. ആ പരമ്പരയിലൂടെ അവസാനം 300 രൂപ പിരിഞ്ഞു കിട്ടി. 300 രൂപ സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്ത് പണ്ഡിതന്മാരുടെ കൂടെ നിന്നു അന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ. പിന്നീട് അതിശീഘ്രമാണ് മദ്രസ പ്രസ്ഥാനം വളർന്നത്. നമുക്കറിയാലോ, 11,080 മദ്രസകളുമായി ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതകരമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സമസ്തയുടെ മദ്രസ സംവിധാനം ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനകരമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. കോടികളുടെ ആസ്തികളുടെ ബിൽഡിങ്ങുകൾ, വ്യത്യസ്തമായ നിലവാരത്തിലുള്ള മദ്രസകൾ, ലക്ഷക്കണക്കായ പൊതുപരീക്ഷ പാസ്സായ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയ അനേക ലക്ഷം മനുഷ്യര് ഇവരെ ഉണ്ടാക്കിയെടുക്കുന്ന മഹാസംഭവമായി, മഹാസംരംഭമായി സമസ്തയുടെ വിദ്യാഭ്യാസ സംവിധാനം മാറി. കാലം പിന്നെയും മാറി. ഒരുപാട് മാറ്റങ്ങൾ വന്നു. വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശ്രദ്ധ വെച്ചുകൊണ്ട് സമസ്ത മുന്നോട്ട് പോയി. സമന്വയ വിദ്യാഭ്യാസം എന്ന ആ ഒരാശയത്തിന് വ്യാപകമായ പ്രചരണം ലഭിച്ചു. അങ്ങ് കടമേരി റഹ്മാനി അറബി കോളേജ് അതിന് വലിയ അംഗീകാരത്തോടുകൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. വീണ്ടും കാലങ്ങൾ പോയപ്പോ ദാറുൽ ഹുദ എന്ന മനോഹരമായ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. ഒരു സുപ്രഭാതത്തിൽ ആ മനോഹരമായ സംരംഭത്തിന് തുടക്കം കുറിക്കുമ്പോ സമസ്തയുടെ അന്നത്തെ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ പോലും ചിന്തിക്കുന്നതിനപ്പുറം അതിന്റെ അനിവാര്യത പിന്നീട് നമുക്ക് ബോധ്യപ്പെടുത്തു. എന്തുകൊണ്ട്? സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ
സൗജന്യമായ സഹായത്തോടുകൂടെ ഉത്തരേന്ത്യയിലെ വിവിധയിടങ്ങളിൽ മദ്രസകൾ നടക്കുന്നു. ആ മദ്രസകളിലേക്ക് പാഠപുസ്തകങ്ങൾ സൗജന്യമായി ഉറുദു മീഡിയത്തിൽ പ്രിന്റ് ചെയ്ത് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് കൊടുത്തയക്കുന്നു. അവിടെയുള്ള ചെറിയ മക്കള് മതം പഠിക്കാൻ നമ്മുടെ മക്കളെ പോലെ ആ മദ്രസകളിലേക്ക് പാഞ്ഞു വരുന്നു. പക്ഷേ ആ മക്കൾക്ക് മതം പഠിപ്പിക്കണമെങ്കിൽ ഉറുദു ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടാവണം. ആലോചിക്കണം നമ്മള്. സമസ്തയുടെ തീരുമാനം എത്രത്തോളം പ്രായോഗികമായ ഭാവി കണ്ടുകൊണ്ടുള്ളതായിരുന്നു എന്ന് കാണാൻ അവിടെ നമുക്ക് കഴിയും. വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഉത്തരേന്ത്യയിലെ വിവിധയിടങ്ങളിൽ മദ്രസകൾക്ക് അംഗീകാരം കൊടുത്തപ്പോ ഉറുദു മീഡിയത്തിലുള്ള പാഠപുസ്തകങ്ങൾ പ്രിന്റ് ചെയ്തപ്പോ ഇതാര് പഠിപ്പിക്കുമെന്ന് ചോദിച്ച് മൂക്കത്ത് വിരൽ വെച്ച് ആശ്ചര്യത്തോടുകൂടെ നിൽക്കേണ്ട അവസ്ഥ സമസ്തക്കുണ്ടായില്ല. എന്തുകൊണ്ട്? ഉറുദു പ്രാവീണ്യമുള്ള പണ്ഡിതന്മാരെ അപ്പോഴേക്കും സമസ്ത ഈ രംഗത്തേക്ക് പ്രാപ്തമാക്കി പുറത്തിറക്കി കഴിഞ്ഞിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ദാറുൽ ഹുദയാണ്. ആ ദാറുൽ ഹുദയിലൂടെ അനേക വിദ്യാർത്ഥികളെ സ്വന്തം ചെലവിൽ അവരുടെ യാതൊരു ബാധ്യതയും വഹിക്കാതെ അവരെ വളർത്തിക്കൊണ്ടുവന്നു സമസ്ത. വീണ്ടും കാലം മുന്നോട്ട് പോയി. ആ സന്ദർഭത്തിലാണ് ഇന്ത്യയിലെ കേരളത്തിലെ ഇന്ന് നിലവിലുള്ള ഈ സ്കൂൾ സിലബസിൽ തന്നെ ഇന്ന് നിലവിലുള്ള മതേതര വിദ്യാഭ്യാസം അത് കൂടുതൽ പ്രാവീണ്യത്തോടുകൂടെ പഠിക്കാൻ മതവിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കണമെന്ന രീതിയിൽ മറ്റൊരു വ്യത്യസ്തമായ വിദ്യാഭ്യാസ മേഖലയിലേക്ക്, സമന്വയ വിദ്യാഭ്യാസത്തിലേക്ക് ബഹുമാനപ്പെട്ട സമസ്ത കാലെടുത്തു വെക്കുന്നത് ഓർക്കുന്നുണ്ടാവും നിങ്ങള്. മഹാനായ ഒരു സൂഫി വര്യൻ കെ അബൂബക്കർ ഹസ്രത്ത് പ്രായാധിക്യത്തിലും രോഗാവസ്ഥയിലും യാത്ര ചെയ്യാൻ പറ്റാത്ത വേളയിലും കടല് കടന്ന് അറബി നാട്ടിൽ പോയി പണപ്പിരിവ് നടത്തി പിരിച്ചു കൊണ്ടുവന്ന കാശ് കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃത്വത്തിൽ ഒരു കലാലയമുണ്ടാക്കി മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ. ആ വളാഞ്ചേരി ആസ്ഥാനമായുള്ള കലാലയത്തിലൂടെ പുതിയ വിദ്യാഭ്യാസ സംവിധാനം നടപ്പിൽ വരുത്താനുള്ള തുടക്കം കുറിച്ചു. സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവെപ്പ് വെച്ചുകൊണ്ട് ആ മഹത്തായ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയായി പുതിയ ഒരു സിലബസ് നടപ്പിൽ വന്നു. സമസ്ത കൂടെ നിന്ന് അതിനുവേണ്ടി പണപ്പിരിവ് നടത്തി. സമസ്തയുടെ പണ്ഡിതന്മാർ അവരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ അതിനുവേണ്ടി ഒഴിഞ്ഞുകൊടുത്തു. സമസ്തയുടെ ഉമറാക്കൾ അവരവരുടെ നാടുകളിൽ സ്വന്തം ചെലവിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ സിലബസിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ സന്തോഷത്തോടുകൂടെ സമസ്തയോട് ആവശ്യപ്പെട്ടു. നാട് നീടെ വളർന്ന് പന്തലിച്ചു. അതിൽ നിന്ന് പണ്ഡിത ബിരുദധാരികൾ, ആ ബിരുദം നേടിയ പണ്ഡിതന്മാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിലുള്ള സുന്നി യുവജന സംഘത്തിന്റെ കുറ്റിപ്പുറത്തെ മഹാസമ്മേളനത്തിലേക്ക് ആ പണ്ഡിതന്മാരെ സമസ്ത വിളിച്ചു കൊണ്ടുപോയി. എന്താണ് അതിനർത്ഥം? ഇത് നമ്മുടേതാണ്, ഇത് വളർത്തിയത് നമ്മളാണ്, ഇത് ഉണ്ടാക്കിയത് നമ്മളാണ്, ഇതിനു വേണ്ടി പണിയെടുത്തത് നമ്മളാണ്. വിശ്വസ്തരായ ചില ആളുകളെ അതിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഭംഗിയായി നടത്തണമെന്ന് ഏൽപ്പിച്ചു. പക്ഷേ വിശ്വസ്തയോടുകൂടെ ഏൽപ്പിച്ച ആളുകൾ വിശ്വാസവഞ്ചന കാണിച്ചു എന്നുള്ളത് അല്പം വൈകി ബഹുമാനപ്പെട്ട സമസ്തക്ക് ബോധ്യപ്പെട്ടു. ആ സന്ദർഭത്തിൽ അവരെ വിളിച്ചുകൊണ്ട് സമസ്ത പറഞ്ഞു, അങ്ങനെ പോകരുത്, അത് അപകടമാണ്, ഇത് സമസ്തയുടെ സംവിധാനമാണ്. അവർ തയ്യാറായില്ല, പിന്തിരിയാൻ അവർ തയ്യാറായില്ല. ആ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ മുഷാവറ. ഏതുപോലെ ഏതാണ്ട് 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കേരളത്തിന്റെ മണ്ണിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ കവർന്നെടുക്കാൻ ഇവിടെയുള്ള ബിദഈ പ്രസ്ഥാനങ്ങളിലെ ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വിഭാഗം തബ്ലീഗ് ജമാഅത്ത് കടന്നു വന്നപ്പോ എടുത്ത സമീപനം ബഹുമാനപ്പെട്ട സമസ്തയുടെ ഇന്നത്തെ മുഷാവറ കൈക്കൊള്ളുന്നത്. അതെന്തായിരുന്നു ആ സമീപനം? സമസ്ത പഠിച്ചു ആ തബ്ലീഗ് ജമാഅത്തിന്റെ അപാകതകളെ കുറിച്ച്. എന്താണ് കുഴപ്പം? അത് പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ വെച്ചു. ആ സമിതി കൃത്യമായ അതിന്റെ അപാകതകളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുത്തു ബഹുമാനപ്പെട്ട സമസ്തക്ക്. സമസ്ത തീരുമാനമെടുക്കാതെ വീണ്ടും അവസരം കൊടുത്തു തബ്ലീഗ് ജമാഅത്തിന്റെ നേതൃത്വത്തിന്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് നിങ്ങൾ പുത്തൻ വാദക്കാരാണ്, നിങ്ങൾ ബിദഈ കക്ഷികളിൽ ഉൾപ്പെടുന്നതാണ്, നിങ്ങൾക്ക് തിരുത്താൻ വല്ലതുമുണ്ടെങ്കിൽ അത് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ തബ്ലീഗ് ജമാഅത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ബഹുമാനപ്പെട്ട മുഷാവറ 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കത്ത് കൊടുത്തു. വിശദീകരണം കിട്ടിയില്ല, മറുപടി കിട്ടിയില്ല. ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ വീണ്ടും യോഗം ചേർന്നപ്പോൾ തീരുമാനിച്ചു, ഈ പ്രസ്ഥാനം
ഇവിടെയുള്ള വഹാബി പ്രസ്ഥാനം പോലെ, ഇവിടെയുള്ള മൗദൂദിയൻ ചിന്താഗതി പോലെ, ഇവിടെയുള്ള അഹ്ലുസുന്നക്കെതിരാണ്. അതുകൊണ്ട് പുത്തൻ പ്രസ്ഥാനമാണ്, വഹാബിസം പോലെ പുത്തൻ പ്രസ്ഥാനമാണ് ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് ഒരുപാട് പഠിച്ച് റിപ്പോർട്ടുകൾ ശേഖരിച്ച് ഒരുപാട് ചർച്ച ചെയ്ത് തിരുത്താനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും അന്വേഷിച്ച ശേഷം ബഹുമാനപ്പെട്ട സമസ്ത പ്രഖ്യാപിച്ചത് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. എന്നാൽ ഈ പറയപ്പെട്ട സമന്വയ വിദ്യാഭ്യാസത്തിന്റെ സംവിധാനത്തിന്റെ തലപ്പത്തുള്ളവര് വഴിവിട്ട് സഞ്ചരിച്ചപ്പോ, ആ സംവിധാനത്തെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോ, ബഹുമാനപ്പെട്ട സമസ്ത അത് ബോധ്യപ്പെട്ടപ്പോ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ ഒരു കമ്മീഷനെ വെച്ചു. മുഷാവറയിലെ അത്യുന്നതരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ആ റിപ്പോർട്ട് സമസ്തക്ക് സമർപ്പിച്ചു. സമസ്ത മുഷാവറ ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള സമസ്തയുടെ നേതാക്കളെ വിളിച്ചുകൊണ്ട് അതിന്റെ വിശദീകരണം നടത്തി. വീണ്ടും അവസരം കൊടുത്തു. തിരുത്താൻ ഒരുക്കമുണ്ടെങ്കിൽ അവസരമുണ്ടെന്ന് വീണ്ടും വീണ്ടും അതിന്റെ നേതൃത്വത്തെ അറിയിച്ചു. പക്ഷെ തിരുത്താൻ തയ്യാറായില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കൃത്യമായൊരു നിലപാട് പറയുന്നത്. CIC-യുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പോകാം, സമസ്തയുടെ ഭാഗമാണ് എന്ന് നിങ്ങൾ പറയരുത്. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് അനീതിയുള്ളത്? എവിടെയാണ് അനീതി സമസ്തയുടെ ഭാഗത്ത് നിന്ന് പ്രകടമായത്? ന്യായമല്ലേ ഇത്? നമ്മൾ വളർത്തിക്കൊണ്ടുവന്നൊരു സംവിധാനം, നമ്മൾ വലുതാക്കിയ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ കടിഞ്ഞാൺ ചില ആളുടെ കയ്യിൽ കൊടുത്തപ്പോ അവരത് വഴിവിട്ട് സഞ്ചരിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോ പിരിച്ചുവിടുന്നതിന് പകരം നിങ്ങൾ നന്നാവണം, തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നതാണോ സമസ്ത ചെയ്ത തെറ്റ്? ഒരു മകൻ അപാകതയിലൂടെ ആ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ തിരുത്തണമെന്ന് പറയാനുള്ള അവകാശം പിതാവിനില്ലേ? ആ പിതൃ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളതാണോ ബഹുമാനപ്പെട്ട സമസ്ത ചെയ്ത തെറ്റ്? ഞാൻ സൂചിപ്പിക്കുന്നു, അവിടെയും സമസ്ത നീതിയുടെ പക്ഷത്താണ് നടന്നത്. എന്നാൽ അവിടെ നമ്മൾ മറ്റൊരു അത്ഭുതം കണ്ടു. സമസ്തയുടെ പ്രിയപ്പെട്ട മക്കള്, സമസ്തയുടെ പ്രിയപ്പെട്ട അനേകം സ്ഥാപനങ്ങള് ഈ വളഞ്ഞ വഴിയിലൂടെ മറ്റ് ചില ആളുകളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ തീരുമാനമെടുത്തു. ബഹുമാനപ്പെട്ട സമസ്ത മുട്ടുമടക്കേണ്ടി വരുമെന്ന് കരുതി പലരും. എന്താ സംഭവിച്ചത്? സമസ്തയുടെ നേതാക്കള്, ആദരണീയരായ MT ഉസ്താദും ബഹുമാന്യരായ സയ്യിദുൽ ഉലമയും അതുപോലെയുള്ള മുഷാവറ നേതാക്കളും ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന്റെ നേതാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാവേണ്ട, നിങ്ങളുടെ കുട്ടികളുടെ പഠനം ഒരു കാരണവശാലും തടയപ്പെടില്ല, അവരുടെ പുരോഗതിക്ക് തടസ്സമാവുന്ന വിധം ഒന്നും സംഭവിക്കില്ല. അത്ഭുതം സംഭവിച്ചു. ഒരു റമദാനിന് വേണ്ടി, പരിശുദ്ധമായ റമദാനിന്റെ വെക്കേഷനിൽ സ്ഥാപനങ്ങൾ അടച്ച് വീട്ടിലേക്ക് പോയ മക്കള് റമദാൻ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് മനോഹരമായ, കേരളത്തിന്റെ മണ്ണിൽ നിലവിലുള്ളതിൽ ഏറ്റവും മനോഹരമായ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ചട്ടക്കൂട് പാകപ്പെടുത്തി സമസ്ത ചരിത്രം സൃഷ്ടിച്ചു. ആ വിദ്യാഭ്യാസ സംവിധാനമാണ് SNEC എന്ന പേരിൽ, സമസ്തയുടെ നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന പേരിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയും നടപ്പിലാക്കാൻ പറ്റുന്ന മനോഹരമായ സിലബസുമായി ഈ 100ാം വാർഷികത്തിന്റെ ഉപഹാരമായി അങ്ങ് ബാംഗ്ലൂരിൽ നടന്ന മഹാപ്രഖ്യാപന സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ആദരണീയനായ നമ്മുടെ അധ്യക്ഷൻ പ്രഖ്യാപിച്ചത്. ഞാൻ പറഞ്ഞത്, സമസ്ത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ വിപ്ലവങ്ങൾ തീർത്തു മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് സനാഇ സംവിധാനം, SNEC എന്ന സംവിധാനം. അവിടെയും സമസ്ത വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചു. സമസ്തയുടെ വർത്തമാനകാലത്തെ ഈ ജനാംഗീകാരത്തിന്റെ, പൊതു അംഗീകാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള നിഷ്പക്ഷ മതികൾക്ക് പറയേണ്ടി വരും. അതിന്റെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ് നമ്മുടെ പ്രിയപ്പെട്ട അഭിമാനമായ മുഖപത്രമായ സുപ്രഭാതമാണ്. ആലോചിക്കണം, നമ്മള് ഏത് കാലത്താണ് സുപ്രഭാതം തുടങ്ങുന്നത്? 11 കൊല്ലം മുമ്പ് സുപ്രഭാതം ആരംഭിക്കുന്ന കാലം എന്ന് പറയുന്നത് അച്ചടി മാധ്യമങ്ങൾ അടച്ചു പൂട്ടേണ്ടി വരും എന്ന് ചർച്ച നടക്കുന്ന കാലമാണ്. കേരളത്തിന്റെ മണ്ണിൽ പല പത്രങ്ങളും അടച്ചു പൂട്ടിയ കാലമാണ്. ആ കാലത്താണ് ഇവിടെയുള്ള താടി വെച്ച, തലപ്പാവ് വെച്ച പണ്ഡിതന്മാർ പത്രം തുടങ്ങാൻ തീരുമാനിക്കുന്നത്. ഒരുപാട് കാലമായി നടന്ന ചർച്ച, ആ ചർച്ചയുടെ അന്ത്യം അത് തുടങ്ങാനുള്ള തീരുമാനമെടുക്കുമ്പോ പരിഹസിച്ചു പലരും. ഈ മൊയ്ലിയാമാർക്ക് പത്രം നടത്താൻ കഴിയുമോ? നമുക്കൊന്ന് നോക്കിയിരുന്ന് കാണാം എന്ന് പലരും
വരമ്പത്തിന് കയറിയിരുന്നു കൊണ്ട് പരിഹസിക്കാൻ വേണ്ടി ദിവസങ്ങൾ എണ്ണിക്കാത്തിരുന്നു. എന്താ സംഭവിച്ചത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിലല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ അനേകം പത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. കോടാനുകോടി ആളുകൾ പത്രം വായിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് കോപ്പികൾ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ കേരളത്തിന്റെ മണ്ണിൽ നൂറ്റാണ്ടിന്റെ പഴക്കം പറയുന്ന പത്രങ്ങളുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ പത്രങ്ങളുടെ തുടക്കം ഒരു എഡിഷനാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ രണ്ടാമത് എഡിഷൻ തുടങ്ങി. വർഷങ്ങൾ കഴിയുമ്പോൾ മൂന്നാമത്, 4ഉം 5ഉം 6ഉം 10ഉം 15ഉം എഡിഷനുകളുള്ള പത്രങ്ങൾ ഇന്നുണ്ടാവാം. ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല. പക്ഷെ അത്ഭുതം സംഭവിച്ചു ഇന്ത്യയില്. അച്ചടി മാധ്യമങ്ങൾ അടച്ചു പൂട്ടണം എന്ന് കരുതി കാത്തിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പില് 6 എഡിഷനുകൾ ഒരുമിച്ച് തുടങ്ങിക്കൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ സുപ്രഭാതം എന്ന പത്രം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിപ്ലവം സൃഷ്ടിച്ചു. ഒരു കൊല്ലത്തെ ആയുസ് പ്രവചിച്ചവര് ഒരു കൊല്ലം പൂർത്തിയാകുമ്പോ നമുക്ക് കാണാൻ കഴിഞ്ഞത് 7ാമതൊരു എഡിഷൻ കൂടി തുടങ്ങിക്കൊണ്ട് ചരിത്രത്തിൽ അത്ഭുതം കാണിക്കുന്നതാണ്. മാത്രമല്ല പിന്നീട് കാണുന്നത് ഓരോ വർഷത്തെയും ക്യാമ്പയിനുകൾ അവസാനിക്കുമ്പോ കോപ്പികളുടെയും എഡിഷന്റെയും എണ്ണം കൂട്ടിക്കൊണ്ട് ജൈത്രയാത്ര നടത്തുന്ന വിപ്ലവകരമായ കാഴ്ചയാണ്. അതിലുപരി മലയാളക്കരയിലെ മാധ്യമങ്ങൾ നിഷ്പക്ഷമായി പറയട്ടെ, ഏകപക്ഷീയമായി പറയണ്ട, സമസ്തക്കാരനായി പറയണ്ട, സുന്നിയായി പറയണ്ട, മലയാളത്തിലെ അച്ചടി മാധ്യമങ്ങളെ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഏതൊരാളോട് ചോദിച്ചു നോക്കൂ, സുപ്രഭാതത്തിന്റെ നിഷ്പക്ഷത അംഗീകരിക്കേണ്ടി വരും അവര്. നമ്മുടെ ചാനലുകൾ എടുത്തു നോക്കൂ നിങ്ങൾ. ഈ കേരളത്തിലെ മലയാള ചാനലുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മാധ്യമങ്ങളിലെ പത്രങ്ങളിലെ എഡിറ്റർ കോളം ഏതാണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ പതിറ്റാണ്ടിലെ കണക്ക് പരിശോധിച്ചാൽ പറയേണ്ടി വരും അത് സുപ്രഭാതം പത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത്, തുടങ്ങിയതൊക്കെ വിജയിപ്പിച്ച, വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, നൂറ്റാണ്ടിന്റെ ഗരിമയോടുകൂടിയാണ് മഹാനായ സയ്യിദുൽ ഉലമ കന്യാകുമാരിയിൽ നിന്ന് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ്. ഈ നേരത്തും ഈ കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തകർ മാത്രം സമ്മേളിക്കേണ്ട കേവലം ഒരു സ്വീകരണ പരിപാടിക്ക് വേണ്ടി മുതലക്കുളം മൈതാനി തെരഞ്ഞെടുത്തപ്പോ പരിസരത്തെ റോഡുകളൊക്കെ ജനനിമിടമാക്കി മാറ്റുന്ന ഈ ജനസാഗരത്തെ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ കാരണമായത് എന്നുള്ളതാണ് സമസ്തയുടെ മഹത്വം. അതുകൊണ്ട് ഈ ആദർശം വിശുദ്ധമായ ആദർശമാണ്. സമസ്ത പറയുന്നത് നീതിയുടെ പക്ഷത്ത് നിന്നാണ്. ആരെയും നോവിക്കാനോ ആരെയും എതിർക്കാനോ അല്ല. ഞങ്ങളുടെ ആദർശം ഇതാണെന്ന് പറഞ്ഞ് ഇതിലേക്ക് വരുന്നവർക്ക് ഇടം കൊടുക്കാൻ ഇവിടെയുള്ള സകല രാഷ്ട്രീയ കക്ഷികളും അവാന്തര വിഭാഗങ്ങളും ഇതര മതസ്ഥരും അതിലെതിർക്കരുതേ എന്ന വിനയാന്വിതമായ ആവശ്യം മാത്രമാണ് സമസ്തക്ക് പറയാനുള്ളത്. ഈ ആദർശം അജയ്യമാണ്. ഈ ആദർശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ സംഘ സംവിധാനം ഇൻഷാ അല്ലാഹ് അന്ത്യനാള് വരെ മലയാളക്കരയിൽ നിലനിൽക്കും. ആ കൂട്ടായ്മയിൽ ഈ പരന്നൊഴുകിയ ജനസാഗരമുണ്ടാകും. ആ കൂട്ടത്തിലൂടെ സഞ്ചരിച്ച് ആഖിബത്ത് നന്നായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.